അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ ആൻഡ് ക്യൂബ് എന്നുള്ളത് ഒരു റിവിഷൻ ചെയ്താലോ? ഒരു ക്വിക്ക് റിവിഷൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വീൻ രത്നമഞ്ജൂരിയുടെ സ്റ്റോറി ആയിട്ടാണ്. രത്നമഞ്ജൂരി എന്ത് ചെയ്തു? പ്രോബ്ലംസ് സോൾവിങ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് അവരവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ കുറച്ച് രത്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ഡയറക്റ്റ്ലി മകനെ എഴുതി വയ്ക്കുന്നതിന് പകരം മകന് അറിയാവുന്ന അല്ലെങ്കിൽ മകന് പസിൽസ് നന്നായി അറിയാവുന്ന മനസ്സിലാക്കിക്കൊണ്ട് പസിൽസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചു. അപ്പം അങ്ങനെയാകുമ്പോൾ ബന്ധുമിത്രാദികളൊന്നും അവരെ കുറ്റം പറയില്ലല്ലോ, അല്ലെങ്കിൽ മകനെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പസിലിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ നമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? അതും നമ്മൾ കണ്ടു അല്ലേ. 10 റൂംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, 10 റൂംസിൻ്റെ ഒരു ടോൺസ് ഉള്ള റൂംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ 10 നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് എന്തായിരിക്കും എന്നുള്ളത് ആ ക്വസ്റ്റനും നോക്കി. അപ്പോൾ ഫാക്ടേഴ്സ് ആകെ ഓഡ് നമ്പേഴ്സ് ഫാക്ടേഴ്സ് ഉള്ള സ്ക്വയർ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ റൂംസ് ആയിരിക്കും തുറന്നിരിക്കുക എന്നുള്ളത് ക്വസ്റ്റനത്തിന് മനസ്സിലാക്കി. അതായത് ഇവിടെ എല്ലാ വണ്ണും പേഴ്സണും വന്നിട്ട് ഇത് റൂംസ് തുറക്കും. നിങ്ങൾക്ക് സ്റ്റോറി ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എല്ലാ ആളും വന്നിട്ട് രണ്ടാമത്തെ ഫാക്ടർ എവിടേക്കുള്ളത് അതൊക്കെ വന്നിട്ട് ആ റൂം ടോഗിൾ ചെയ്യും. അപ്പോൾ റൂം തുറന്നിരിക്കുകയാണെങ്കിൽ അത് അടയ്ക്കും അല്ലേ. അതായിരുന്നു നമ്മുടെ സ്റ്റോറി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ വന്നിട്ട് മൂന്നാമത്തെ ഫാക്ടറുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ റൂമിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് അത് ടോഗിൾ ചെയ്യും. അങ്ങനെ 3 എവിടേക്കാണോ ഉള്ളത് അവിടേക്ക് അയാൾ പോയിട്ട് ടോഗിൾ ചെയ്യും. അങ്ങനെ തുറന്നിരിക്കുന്ന നമ്പേഴ്സ് ഈ ഒരു സ്ക്വയർ നമ്പേഴ്സ് മാത്രമാണെന്നുള്ളത് ക്വസ്റ്റനത്തിന് മനസ്സിലാക്കി. അങ്ങനെ ക്വസ്റ്റനം ആ പസിൽ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പസിൽ വിജയിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റനം അതിന്ന് ആ റൂമിൽ നിന്ന് ചില ലോക്കേഴ്സ് പിന്നെയും ഒരു നമ്പർ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെന്താ കിട്ടിയത്? ആ രണ്ട് ഇത് മാത്രമല്ല, ട്വൈസ് ആൾക്കാർ മാത്രം വിസിറ്റ് ചെയ്തിട്ടുള്ള റൂംസ് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് ക്വസ്റ്റനത്ത് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. അത് നമ്മുടെ പ്രൈം നമ്പേഴ്സാണ് അല്ലേ. 2 ഫാക്ടേഴ്സ് മാത്രമല്ലേ ഉള്ളൂ പ്രൈം നമ്പേഴ്സിന്. അപ്പോൾ അങ്ങനെ സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി. അങ്ങനെ സ്ക്വയേഴ്സിനെ നമ്മൾ ഈ സ്ക്വയേഴ്സ് പോലെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി. സ്ക്വയേഴ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ പെർഫെക്റ്റ് സ്ക്വയറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഏത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ക്വയറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് എ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ഈസ് കോൾഡ് സ്ക്വയർ നമ്പർ ഓർ സിംപ്ലി വി ക്യാൻ സേ സ്ക്വയർ. ഒരു നമ്പറിനെ അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെ ഒരു n × n=n² എന്ന് അവർ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ സ്ക്വയേഴ്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് മുഴുവൻ കണ്ടുപിടിച്ചു. ആ സ്ക്വയേഴ്സ് തന്നു വെച്ചിട്ട് സ്ക്വയേഴ്സൊക്കെ ഉണ്ടാവുന്ന ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഈ പാറ്റേൺ എന്താ ഫോളോ ചെയ്യണത്? ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നമ്മൾ യൂണിറ്റ് പ്ലേസ് എന്താണെന്ന് നോക്കി. യൂണിറ്റ് പ്ലേസ് നോക്കിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് 0 ആവാം. 0 എന്ന് 1 അല്ലെങ്കിൽ 4, 5, 6 അല്ലെങ്കിൽ 9 ഈ നമ്പേഴ്സ് മാത്രമാണ് യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാവുള്ളൂ സ്ക്വയേഴ്സിൻ്റെ. പിന്നെ മറ്റൊന്ന്, അതുപോലെ നിങ്ങൾക്കും ഒരു വേണമെന്നുണ്ടെങ്കിൽ പസിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സ് എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും സ്ക്വയേഴ്സും ഒന്നും ആവണമെന്നില്ല. പക്ഷേ സ്ക്വയേഴ്സ് നമ്പേഴ്സ് അത് എൻഡ് ചെയ്യുന്നിരിക്കും എന്നുള്ളത് ഉറപ്പാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം, സീറോസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നമ്പറിന് ഒരു 0 ആണ് ഉള്ളതെങ്കിൽ ആ നമ്പറിൻ്റെ സ്ക്വയറിന് 2 0 ഉണ്ടായിരിക്കും. അതായത് അത് ഡബിൾ ചെയ്യും. അപ്പോൾ 3 0 ആണെന്നുണ്ടെങ്കിൽ 2 × 3 6 zeros ആയിരിക്കും വരിക നമ്പറിന്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയും കണ്ടുപിടിച്ചു. അപ്പോൾ 4 zeros ആണെങ്കിൽ 4 × 8 zeros ആയിരിക്കും സ്ക്വയർ നമ്പേഴ്സിന് വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് ഓഡ് നമ്പേഴ്സിൻ്റെ എന്താ റിലേഷൻഷിപ്പ് എന്നുള്ളത് നോക്കി. ഈ ഒരു പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി. ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയേഴ്സാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ആദ്യത്തെ ഇത് 1 ഓൾറെഡി 1 സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സ്ക്വയർ കിട്ടും. അത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്തു.
സ്ക്വയേഴ്സ് ആയിട്ട്. ഇത് 3 സ്ക്വയർ ആയിരിക്കും, അതായത് മൂന്ന് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് ആയിരിക്കും. പിന്നെ 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് 4 സ്ക്വയർ ആയിരിക്കും. 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് 5 സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയും കിട്ടി നമുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാറ്റേൺസ് പഠിക്കുന്നത് സ്ക്വയർ നമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ഓരോ നമ്പേഴ്സിൽ നിന്നും ഓഡ് നമ്പേഴ്സ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അത് വരണം. അപ്പോൾ ലാസ്റ്റ് 0 വരെ വരും. പക്ഷെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഒരു നമ്പേഴ്സിനെ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതൊരു നെഗറ്റീവ് നമ്പർ 0 കിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി മനസ്സിലാക്കി. ഇനി അങ്ങനെ പോയിട്ട് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് ട്രയാങ്കുലർ നമ്പറിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കി. പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് ട്രയാങ്കുലർ നമ്പറിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ 2 ട്രയാങ്കുലർ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു നമ്പർ ഇതും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറും. അതുപോലെ തന്നെ ഈ 6 ഡോട്ട്സ് ഈ 10 നെക്സ്റ്റ് ട്രയാങ്കുലർ നമ്പറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പോൾ 2 ട്രയാങ്കുലർ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കി. അങ്ങനൊരു റിലേഷൻഷിപ്പും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് സ്ക്വയർ റൂട്ട്, അതായത് വർഗ്ഗമൂലം. മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ സ്ക്വയർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എന്താണെന്നായിരിക്കും നമ്മളെ ചോദ്യം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് സ്ക്വയർ. അപ്പോൾ അതിന് നമ്മൾ മാത്തമാറ്റിക്സിലി എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് പെർട്ടിക്കുലർ നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്തായിരിക്കും? അതിൻ്റെ ബേസ് എന്തായിരിക്കും? 7 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ബേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിന് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും നമ്മൾ യൂസ് ചെയ്തു. ഒരു മെത്തേഡ് നമ്മൾ നമുക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് മൈനസ് ചെയ്ത് വരിക, അതായത് ഓഡ് നമ്പേഴ്സിനെ മൈനസ് ചെയ്ത് 0 വരുന്നത് എത്രാമത്തെ സ്റ്റെപ്പിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ. അപ്പോൾ 81നെ നമ്മളങ്ങനെ ഓഡ് നമ്പേഴ്സ് മൈനസ് ചെയ്ത് വന്നപ്പോൾ 9 സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അപ്പോൾ 9 സ്റ്റെപ്പിൽ 9 ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 81. അതൊരു മെത്തേഡാണ്. പക്ഷെ അതൊരു ടൈം കൺസ്യൂമിങ് മെത്തേഡ് ആയതുകൊണ്ട് അത് നമ്മൾ ഓപ്റ്റ് ചെയ്യണില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും കുറച്ചും കൂടി നമ്മുടെ വലിയ നമ്പേഴ്സിന് എളുപ്പം. അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതായത് പെയേഴ്സ് ആയിട്ട് എടുത്തിട്ട് പെയേഴ്സ് ഇല്ലെങ്കിൽ അത് സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. അങ്ങനെ നമ്മൾ ഇത്രയും നമ്പേഴ്സിൻ്റെ ഫിഗർ ഇറ്റ് ഔട്ടും നമ്മൾ കൺസിഡർ ചെയ്ത്, പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റോറി ഉപയോഗിച്ചിട്ട്, അതായത് ഇവിടുത്തെ 2 ഗെയിം കളിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനും നമ്മൾ ശ്രമിച്ചു. അപ്പോൾ അതോടുകൂടിയാണ് ഈ ചാപ്റ്റർ, അല്ലെങ്കിൽ ഈ സ്ക്വയർ എന്നുള്ള ഡിഫറെൻറ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. അങ്ങനെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസിലോടുകൂടി നമ്മൾ അതിനെ സ്ക്വയർ ഈ 8th സ്റ്റാൻഡേർഡിൽ സ്ക്വയർ നമ്മൾ മനസ്സിലാക്കി.